സന്തോഷുണ്ട് വിശദാംശങ്ങളുമായി. സന്തോഷ്, ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യയിൽ പങ്കെടുത്തതിനെയാണ് ഇപ്പോൾ കെ സുധാകരൻ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. താനായിരുന്നുവെങ്കിൽ അത്തരത്തിൽ ഈ ഓണസദ്യയിൽ പങ്കെടുക്കില്ലായിരുന്നു എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. മറ്റെന്തൊക്കെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച വാദങ്ങൾ, മറ്റു വിശദാംശങ്ങൾ? സിന്ധൂരി, നേരത്തെയും പല അവസരങ്ങളിലും കെ സുധാകരൻ ഈ വി ഡി സതീശനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ഈ ഓണസദ്യയിൽ, അതായത് മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ഈ ഓണവിരുന്നിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തതിനെയാണ് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ വിമർശിച്ചിരിക്കുന്നത്. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് പോലീസ് മർദ്ദനം ഏറ്റതിന് പിന്നാലെ, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ വിരുന്നിൽ വി ഡി സതീശൻ പങ്കെടുത്തത് ശരിയായില്ല എന്നാണ് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനായിരുന്നെങ്കിൽ ഈ വിരുന്നിൽ പങ്കെടുക്കില്ലായിരുന്നു എന്നും കെ സുധാകരൻ പറഞ്ഞു. നേരത്തെ പല വിഷയങ്ങളിലും വി ഡി സതീശനെ വിമർശിച്ചിരുന്നു സുധാകരൻ. അതിന്റെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനെ കെ സുധാകരൻ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. സിന്ധു, സന്തോഷ്, ഈ ഒരു ഓണത്തിന് ഒരു സദ്യ കൊടുക്കുക, അത് രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല. അതൊരു പൊതുവായ കാര്യമാണ്. അതിൽ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളതും ഒരു പൊതുവായ വികാരമാണ്. അതിൽ പോലും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് കെ സുധാകരന്റെ ഒരു സങ്കുചിത മനോഭാവത്തിന്റെയും കൂടി തെളിവായിട്ട് വേണ്ടേ നമുക്കിവിടെ കാണുവാൻ? അത് മാത്രമല്ല, അത് പ്രതിപക്ഷ നേതാവിനോട് അവർ തമ്മിലുള്ള ഒരു പടലപ്പിണക്കത്തിന്റെയും കൂടി ഒരു തെളിവായി മാറുകയാണ്, അല്ലേ? കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിൽ വി ഡി സതീശൻ പങ്കെടുത്തതിനെ സുധാകരൻ വിമർശിച്ചത്, അത് അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം തന്നെ വിവിധ സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉള്ളവർ പങ്കെടുത്ത പരിപാടിയാണ്. അതിൽ പങ്കെടുത്തതിൽ ഉള്ള ഒരു വിമർശനം എന്നതിനപ്പുറത്തേക്ക് സുധാകരൻ ഉദ്ദേശിച്ചത് വി ഡി സതീശനെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരവും കളയരുത് എന്നുള്ളത് തന്നെയാണ് കെ സുധാകരന്റെ നിലപാട് എന്ന് പറയുന്നത്. ഏതെല്ലാം അവസരങ്ങളിൽ വി ഡി സതീശനെ വിമർശിക്കാൻ അവസരം കിട്ടുന്നോ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായി ഇരുവരും വിരുദ്ധ ചേരിയിലാണ്. കോൺഗ്രസിനകത്ത് ഉള്ള വലിയ വിഭാഗീയത, അതിൻ്റെ ഭാഗമായി രണ്ടുപേരും പരസ്പരം നേരത്തെ തന്നെ പല പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമതായി, സുധാകരനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ ഇത്തരത്തിലുള്ള പല അവസരങ്ങളിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും രാഷ്ട്രീയ മാന്യതയ്ക്കപ്പുറമുള്ള പ്രതികരണമെല്ലാം നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണസദ്യയിൽ പങ്കെടുത്തതിനെതിരെ ആ ഒരു വിമർശനത്തെ അത് സുധാകരൻ്റെ പല ഘട്ടത്തിലും നടത്തിയിട്ടുള്ള വിമർശനത്തിൻ്റെ ഭാഗം കൂടിയാണ്. പക്ഷേ വി ഡി സതീശനെതിരെ ഒരു വിമർശനം നടത്താൻ ഒരു അവസരം കണ്ടെത്തുക, കാരണം അത്തരത്തിലുള്ള ഒരു വിമർശനം നടത്തിയാൽ അത് കോൺഗ്രസ് അണികൾക്കിടയിൽ വി ഡി സതീശനെതിരെ ഒരു വികാരമുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് സുധാകരൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പോലീസ് മർദ്ദനവും അതോട് ചേർത്ത് ഈ വി ഡി സതീശനെതിരെയുള്ള ഒരു പരാമർശം സുധാകരൻ വളരെ കൃത്യമായും നടത്തിയത്. ആ ഒരു കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. സിന്ധു, ശരി, വ്യക്തമാണ് സന്തോഷ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയാണ് ഇപ്പോൾ കെ സുധാകരൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. അതിനായുള്ള ഒരു സാഹചര്യവും കെ സുധാകരൻ വിട്ടുകളയുന്നില്ല എന്ന് തന്നെ വേണം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.